തൃശൂരിൽ ഭർത്താവിന്റെ പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി ആത്മഹത്യ ചെയ്തു. വലിയകത്ത് നൌഫലിന്റെ ഭാര്യ ഫസീലയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് നൌഫലിനെയും ഭർത്തൃമാതാവ് റംലത്തിനെയും അറസ്റ്റ് ചെയ്തു. പീഡനം സ്ഥിരീകരിക്കുന്ന ഫസീലയുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ 24-ന് ലഭിച്ചു. ഇന്നലെയാണ് ഇരിങ്ങാലക്കുട കരുപ്പടന്ന നെടുങ്ങാണത്ത് കുന്നിൽ 23 വയസ്സുള്ള ഫസീലയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമായില്ലെന്നും ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്തൃമാതാവ് ഉപദ്രവിച്ചിരുന്നുവെന്നും യുവതി അയച്ച സന്ദേശത്തിൽ പറയുന്നു. യുവതിയുടെ വീട്ടുകാരുടെ മൊഴിയിൽ നൌഫലിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2 മാസം മുമ്പ് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നം ഉണ്ടായപ്പോൾ വാപ്പ അറിയിച്ച വാപ്പ വരാൻ പോയപ്പോൾ പറഞ്ഞു വാപ്പ വരണ്ട, ഇവിടെ ഇനി വന്നിട്ട് നിങ്ങളും കൂടി ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട, അങ്ങനെ കുട്ടിക്ക് ഇങ്ങനത്തെ തലയേറ്റ് വീണ് കൊണ്ടുവയ്ക്കണമെന്ന് പറഞ്ഞത്. അവിടെ വരുമ്പോഴാണ് സംഭവം അറിയുന്നത്. കറക്റ്റായിട്ട് ഉമ്മ അറിയണതും ഇവള് ഗർഭിണിയാണെന്ന് അറിയണതും അപ്പോഴാണ്. ഇന്നലെ അവൻ ഈ ഹോസ്പിറ്റലിൽ പയ്യൻ വന്നിരുന്നു. അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. എന്നെ കുറയ്ക്ക് പിടിച്ചപ്പോൾ എനിക്ക് പറ്റിപ്പോയി എന്ന് പറഞ്ഞു. ഇതാണ് അവൻ പറഞ്ഞ വാക്ക്. അതെന്താണ് പറ്റിയതെന്നും നമുക്കറിയാം. പിന്നെയാണ് അവൻ പറഞ്ഞത് ഞാൻ ചവിട്ടിയിട്ടുണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞത്. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളാണ് ഫസീല. യുവതിക്ക് 10 മാസം പ്രായമുള്ള മറ്റൊരു കുഞ്ഞുകൂടിയുണ്ട്. 24 തൃശൂർ.